ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ബ്രെഡ് പിസ്സ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ഷെയർ ചെയ്യാമെന്ന്. അടിപൊളി സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് ഗാർലിക്, ഓണിയൻ, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. അതും നന്നായിട്ട് വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് പാല്, ഫ്രഷ് ക്രീം, ചീസ് ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഈ പൊരിച്ചിട്ട് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫ്രൈ ചെയ്യാൻ ചിക്കൻ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കേർഡ്, ടൊമാറ്റോ സോസ്, ഉപ്പ് ഇത് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഈ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള ഡോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ഞാൻ ബ്രെഡ്, 2 മുട്ട, 3 ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, 2 മുട്ട, പാല് നിങ്ങൾക്കൊരു ആവശ്യത്തിന്, ഓവർ ലൂസ് ആവാനും പാടില്ല, ഓവർ കട്ടിയാവാൻ പാടില്ല, ഒരു മീഡിയം സൈസിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഉടച്ചു കൊടുക്കുക. ക്രഷ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി കൊടുക്കുക. നമുക്ക് ജ്യൂസ് അടിക്കേണ്ട ആവശ്യമില്ല, മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ആ പാനിൽ തന്നെയാണ് ഞാൻ ഈ ഡോ ആക്കിയ പാനിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ വെച്ചത്. കുക്ക് ആയതിനു ശേഷം ഞാൻ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗമാണ് ഞാൻ ഇത് പേസ്റ്റ്, അത് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കി വെച്ച മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് മറിച്ചിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇത് മുട്ടയും ബ്രെഡും അതിന് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. എൻ്റെ ഇത് കുറച്ചിങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, കാരണം എൻ്റെ ഒരു കുഴിയുള്ള പാത്രമായിരുന്നു. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാൻ ഉണ്ടെങ്കിൽ, ദോശയൊക്കെ ചുടുന്ന പാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പെട്ടെന്ന് പറ്റും. പിന്നെ അതിൽ ഞാൻ ഈ മസാല സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൊസറല്ല ചീസും ഓർഗാനിക് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് കുക്ക് ചെയ്തെടുത്തു. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിത് നന്നായിട്ടുള്ള ജ്യൂസി ആയിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് കഴിച്ചാൽ പിന്നെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കും. അത്ര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.